മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കരുണയെ സന്തോഷിപ്പിക്കാനായി കണ്ണൻ്റെ മുമ്പിലൂടെ മഹാലക്ഷ്മിയെ അപായപ്പെടുത്താൻ പോയ പ്രതാപന് കിട്ടേണ്ടതിൽ ഇരട്ടി കൂലി കിട്ടിയിരിക്കുന്നു. മാത്രമല്ല, താൻ നടക്കാൻ തുടങ്ങിയിരിക്കുന്ന കാര്യം എന്തായാലും കരുണയോടോ മറ്റാരുടെയും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോലീസ് ജീപ്പായിരിക്കും നിങ്ങളുടെ വീടിന് മുമ്പിൽ എത്തുക എന്നൊരു ഭീഷണിയും കൂടി കണ്ണൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും പ്രതാപനും മുത്തശ്ശിയും തൽക്കാലം ഈ വിവരമൊന്നും കരുണയോട് പറയുന്നില്ല. കാരണം കരുണയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണനായിരിക്കില്ല ചിലപ്പം പ്രതാപനെയും മുത്തശ്ശിയൊക്കെ കൊല്ലാൻ വരുന്നത്, പകരം കരുണയായിരിക്കും. കാരണം കരുണയ്ക്ക് താങ്ങുന്നതിനും അപ്പുറം വലിയൊരു ഷോക്കാണ്. തൻ്റെ ജീവിതത്തിൽ താൻ നേടാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോൾ മഹാലക്ഷ്മി നേടിയിരിക്കുന്നു. പിന്നെ വീൽ ചെയറിലിരിക്കുന്ന ഒരു ഭർത്താവാണ്. ഒരിക്കലും നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടില്ല എന്നുള്ള പേരിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന കരുണയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ തിരിച്ചടിയാവുമ്പോൾ ഏത് രൂപത്തിൽ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനൊരു ബന്ധം ഉണ്ടാക്കി കൊടുത്തത് തന്നെ തൻ്റെ അച്ഛൻ ചേർന്നിട്ടാണ്. തൻ്റെ മകൾക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടി കരുണാലയത്തിൽ എങ്ങനെയാണ് കരുണയ്ക്ക് മഹാലക്ഷ്മി ദാസിയായിട്ട് നിന്നത്, അതുപോലെ തന്നെ കമലേശ്വരത്തും വന്നോട്ടെ എന്ന് വിചാരിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് ഒടുക്കം തൻ്റെ മകൾക്കല്ല നേട്ടം ഉണ്ടായത്. അതിൻ്റെ നേട്ടം എല്ലാം അനുഭവിക്കുന്നത് മഹാലക്ഷ്മിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കരുണ എങ്ങനെ സഹിക്കും? അതുപോലെ പ്രതാപനും മുത്തശ്ശിയും സഹിക്കുന്നതിനും അപ്പുറം വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും മഹാലക്ഷ്മിക്കൊപ്പം നമ്മുടെ കരുണയാണെങ്കിൽ മോഹിനിയമ്മയുടെ പിറന്നാൾ, അതായത് ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ദുർഗയ്ക്കും ഉണ്ണിക്കും ഒന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇത് കരുണ തന്നെയാണോ? എന്തിൻ്റെ പേരിനാണ് മഹാലക്ഷ്മിയും കണ്ണനും കരുണയെ വിരട്ടി വെച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ മേലാത്തത്. അപ്പം തൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ മാറിയത്. അല്ലാതെ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കരുണ ശ്രമിക്കുന്നെങ്കിലും ഉണ്ണിക്കും ദുർഗയ്ക്കും 100 കൂട്ടം സംശയമുണ്ട്. അച്ഛന് വയ്യാണ്ടായതിനു ശേഷം ഇവൾക്ക് പറ്റിയ മാറ്റത്തിൻ്റെ രഹസ്യം എന്താണെന്ന്. അധികം താമസിക്കാതെ ആ രഹസ്യം എന്താണെന്ന് വെളിച്ചത്ത് വരും. അതോടെ കരുണാലയത്തിൽ നിന്നും മാത്രമല്ല കമലേശ്വരത്തു നിന്നും കരുണയ്ക്ക് എന്നേക്കുമായി പടിയിറങ്ങേണ്ടി വരും. കാരണം കേസും വഴക്കുമായിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ പ്രതാപൻ ഇന്ന് നേടിയെടുത്തിരിക്കുന്ന ഒരു കാര്യവും, ഒരു സ്വത്തും പണവും സ്വർണവും ഒന്നും പ്രതാപൻ്റെ കയ്യിൽ കാണില്ല. എല്ലാം തീരുമെന്ന് വ്യക്തമായിട്ടും അറിയാം. എന്തായാലും ബർത്ത്ഡേ പാർട്ടി കെങ്കേമായിട്ട് ആഘോഷിക്കുന്നു. വീൽ ചെയറിൽ വരുന്ന കണ്ണനെ കണ്ട് മുത്തശ്ശിയും അതുപോലെ പ്രതാപനും പിറുപിറുക്കുകയാണ്. എന്നാലും അവൻ്റെ അഭിനയം നോക്ക്. ഇത്രയും നാൾ ഇവൻ നടക്കാനാകുമെന്നുള്ള കാര്യം നമ്മളിൽ നിന്ന് മറച്ചു വെച്ച് നമ്മളെയൊക്കെ പൊട്ടം കളിപ്പിച്ചതല്ലേ. എന്നിട്ടും വീൽ ചെയറിലുള്ള അവൻ്റെ ഒരു ആക്ടിങ് കണ്ടില്ലേ. അപ്പോഴത്തേക്കും കരുണയ്ക്കാണെങ്കിൽ അച്ഛൻ ഇപ്പോൾ എന്തൊക്കെയോ ചെയ്യുമെന്ന് പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. കാരണം പിറന്നാൾ പാർട്ടിക്കിടെ അച്ഛൻ എന്തൊക്കെയോ വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ കരുണയ്ക്ക്. അങ്ങനെ ബർത്ത്ഡേ കേക്ക് നമ്മുടെ മോഹിനിയമ്മയും കരുണയും മഹാലക്ഷ്മിയും 3 പേരും കൂടി ചേർന്നാണ് കട്ട് ചെയ്യുന്നത്. മഹാലക്ഷ്മി സ്നേഹത്തോടെ മോഹിനിയമ്മയുടെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം കരുണയും വെച്ച് കൊടുക്കുന്നു. പകുതി കേക്ക് എടുത്ത് കണ്ണൻ്റെ വായിൽ സന്തോഷത്തോടെ മോഹിനിയമ്മ കൊണ്ടുവന്ന് പകർന്നു കൊടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു പങ്ക് കണ്ണനാണെങ്കിൽ എടുത്ത് മോഹിനിയമ്മയ്ക്കും കൊടുക്കുന്നു. അങ്ങനെ മൊത്തം സന്തോഷകരമായ ആ ഒരു നിമിഷത്തിൽ കരുണയാണെങ്കിൽ അച്ഛനെയും മുത്തശ്ശിയെയും കണ്ട് കാര്യം തിരക്കുന്നു. എപ്പോഴാണ് തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം നടപ്പാക്കാൻ പോകുന്നേ എന്നുള്ള കാര്യം തിരക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ കരുണയുടെ മനസ്സറിയാൻ വേണ്ടി ഒരു നമ്പറിട്ട് ചോദിക്കുന്നു. ഇനി അഥവാ കണ്ണന് നടക്കാൻ പറ്റുന്നില്ലെന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഇനി നടക്കാനും കാണാൻ തുടങ്ങിയോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരിക്കലും ഉണ്ടായി കാണില്ല. അഥവാ കണ്ണൻ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മഹാലക്ഷ്മി തന്നെ നമ്മളെ അറിയിച്ചേനെ. കണ്ണൻ്റെ കൈയും പിടിച്ച് മഹാലക്ഷ്മി തന്നെ ഇങ്ങോട്ടേക്ക് കയറി വന്ന് നമ്മുടെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുന്ന രൂപത്തിൽ നടക്കും. കാരണം നമ്മളെയൊക്കെ വിഷമിപ്പിക്കണ്ടേ. എല്ലാ അർത്ഥത്തിലും അവൾ ഇപ്പോൾ പൂർണ്ണ വിജയമായെന്ന് അറിയിക്കാൻ അവൾ ആഗ്രഹിക്കത്തില്ലേ. അപ്പം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പം മുത്തശ്ശിയും അതുപോലെ പ്രതാപനും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പം ഈ കരുണയ്ക്ക് അറിഞ്ഞുകൂടെങ്കിലും കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്കറിയാം. പക്ഷേ അതേസമയം മുത്തശ്ശിയുടെ മുമ്പിലേക്ക് കണ്ണൻ വീൽ ചെയറിൽ വന്നിട്ട് മഹാലക്ഷ്മിയെ നോക്കി കണ്ണ് കാണിക്കുന്നു. അപ്പം മഹാലക്ഷ്മിയും തിരിച്ച് സമ്മതം എന്ന രൂപത്തിൽ കാണിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം പറയാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനാണ് കണ്ണൻ വന്നിരിക്കുന്നതെന്നുള്ളത് വ്യക്തമാണ്. ഇനി കരുണയുടെയും മുത്തശ്ശിയുടെയും പ്രതാപൻ്റെയും മുമ്പിൽ വെച്ച് തന്നെ ആ രഹസ്യം കണ്ണൻ വെളിച്ചത്ത് കൊണ്ടുവരുമോ? ഇനിയും വീൽ ചെയർ നാടകത്തിൻ്റെ ആവശ്യമില്ല. എന്നായാലും പ്രതാപനും മുത്തശ്ശിയും എല്ലാവരെയും സത്യങ്ങൾ അറിയിക്കും. അതുകൊണ്ട് ഈ ഒരു നാടകം ഇന്നത്തോടെ അവസാനിപ്പിക്കാനാണ് കണ്ണൻ്റെ പുറപ്പാട് എന്നാണ് സംശയം. കാത്തിരിക്കാം. എന്തായാലും കണ്ണൻ ഈ ഒരു കാര്യം കൂടി തുറന്നു പറയണമെന്ന് തന്നെയാണ് പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. പ്രതാപന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കണ്ണൻ്റെ അച്ഛനെയും കണ്ണനെയും ഇങ്ങനെ
ഒരു ദുരവസ്ഥയിൽ എത്തിച്ച പ്രതാപൻ്റെ മകൾക്ക് നല്ലൊരു തിരിച്ചടി. കാരണം അവൾ നല്ല പെൺകുട്ടിയൊന്നുമല്ല. മറ്റുള്ളവരുടെ പതനവും മരണവും അല്ലെങ്കിൽ വിഷമവും കാണാൻ ആഗ്രഹിക്കുന്ന പ്രതാപനെയും മുത്തശ്ശിയും പോലൊരു ദുഷിച്ച മനസ്സുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ പ്രതാപന് മനസ്സ് വേദനിക്കണമെന്നുണ്ടെങ്കിലും ചെയ്ത തെറ്റിന് പശ്ചാത്താപം തോന്നണമെന്നുണ്ടെങ്കിലും കരുണയോട് പ്രതികാരം ചെയ്താൽ മാത്രമേ പറ്റൂവെന്ന് കണ്ണൻ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ പ്രതികാരം ചെയ്യുന്നതും. അതിൻ്റെ കൂട്ടത്തിൽ ഇനി കണ്ണൻ നടക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ കരുണ പ്രതികരിക്കാൻ പോകുന്നത്? കാത്തിരിക്കാം.